ഈ NGOs പരസ്പരം കണക്റ്റഡ് ആവില്ല. അപ്പോൾ മഹാരാഷ്ട്രയിലൊരു ഗ്രാമത്തിൽ നടക്കുന്ന സമരം അവിടെ കൊണ്ട് അവസാനിക്കും, ഛത്തീസ്ഗഡിലൊരു സമരം അവിടെ കൊണ്ട് അവസാനിക്കും. അപ്പോൾ ഒരിക്കലും ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിട്ട് മാറുകയില്ല, അല്ലെങ്കിൽ മാറാനുള്ള സാധ്യത ഉണ്ടാവില്ല. ഇത് തന്നെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ പിറകിലുള്ളൊരു വലിയ ആശയം എന്ന് പറയുന്നത്. പക്ഷേ ഇവർ കാണാതെ പോയൊരു കാര്യം, ആ രണ്ടാമത്തെ വിഭാഗത്തെ അവർ വികസനത്തിനെതിരാണ്, അവർ ദേശത്തിനെതിരാണ്, അവർ രാജ്യ താല്പര്യത്തിനെതിരാണ് എന്ന് പറയുന്നതിലൂടെ അവർക്ക് അവരുടെ കാര്യങ്ങൾ വളരെ സിമ്പിളായി നടത്തിക്കൊണ്ടുപോകാനും ഈ ഒരു ലേബലിംഗ് ഇങ്ങനെ അകത്തേക്ക് വരാതിരിക്കാൻ പൊതുസമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ആ ഒരു തരത്തിലാണ് കാര്യങ്ങളെ ഇവർ കണ്ടിരുന്നത്. അതിന് വിപരീതമായിട്ടാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. ദിമാഗി നക്സൽ എന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്, രാജ്യത്ത് വനമേഖലയിൽ സായുധ നക്സലുകളെ ഇല്ലാതെയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ അതേസമയം അക്രമ രാജകത്വമൊക്കെ വളർത്തും വിധമുള്ള ദിമാഗി നക്സൽ ഇപ്പോഴും നിലനിൽക്കുന്നു, അവരെ കരുതിയിരിക്കണം, ഒറ്റപ്പെടുത്തണമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ദിമാഗി നക്സൽ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ആശയപരമായ നക്സലുകൾ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലെ പ്രയോഗം ഒരു ആക്സിഡൻ്റലായി വന്നതല്ല എന്നത് വ്യക്തമാണ്. ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇത് പറയുന്നതിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? 2026 ഏപ്രിൽ 17 നമ്മുടെ ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. നമ്മുടെ രാജ്യത്ത് ഈ നക്സലേറ്റുകളുടെ അല്ലെങ്കിൽ സായുധ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന നക്സലേറ്റുകളുടെ ത്രെട്ട് അവസാനിച്ചിരിക്കുന്നു. അതായത് വനമേഖലകളൊക്കെ ഉള്ളവരെല്ലാം തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 1970 വർഷം നീണ്ടുനിന്ന ഒരു ചരിത്രം അവസാനിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. 1967 ഈ ചൈനീസ് റേഡിയോയിലൂടെ ഒരു പ്രഖ്യാപനം വരുന്ന, അതായത് ബംഗാളിലെ നക്സൽ ബാരിയിൽ കലാപം നടന്നിരിക്കുന്നു എന്നുള്ളതും ഇന്ത്യ മോചിപ്പിക്കപ്പെടാൻ പോവുകയാണ് എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം. അങ്ങനെയാണ് ഈ ഒരു നാമകരണം സംഭവിക്കുന്നത് തന്നെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്. അന്ന് ചാരു മജുംദാരെ പോലെയുള്ള കനു സന്യാലിനെ പോലെയൊക്കെയുള്ള ബുദ്ധിജീവികളായിരുന്നു അതിന് നേതൃത്വം നൽകിയത്. പിന്നീട് അത് പല പ്രദേശങ്ങളിലും വ്യാപിച്ചു. ബീഹാറിൽ, ആന്ധ്രാപ്രദേശിൽ, ഇപ്പോൾ കേരളത്തിലടക്കം അതിൻ്റെ ഭാഗമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവസാന കാലങ്ങളിൽ അത് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ഈ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബീഹാർ, മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങൾ, പിന്നെ ആന്ധ്രയുടെ ചില, അല്ല ഇന്നത്തെ തെലുങ്കാനയുടെ ഭാഗം, ഈ പ്രദേശങ്ങളിലൊക്കെയാണ് സായുധമായി അത്തരത്തിലുള്ള വിഭാഗങ്ങളുണ്ടായിരുന്നത്. പക്ഷേ ഈ നമ്മുടെ BJPയുടെ സർക്കാർ വന്നതിന് ശേഷം വളരെ സംയുക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് നടത്തിയത്. അതായത് ഈ CRPF, BSF, പിന്നെ ഒരു കോബ്ര എന്ന് പറയുന്ന ഒരു പുതിയ യൂണിറ്റ്, DRG, ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അത് പിന്നെ വനമേഖലകളിലൊക്കെ തന്നെ ആക്രമിച്ച് കയറി അങ്ങനെ ഒരു ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ഒരു ഇതിലേക്കെത്തി. അങ്ങനെ ഫ്രം റെഡ് കോറിഡോർ ടു റിട്രീറ്റ് എന്നുള്ളൊരു പദ്ധതി പ്രഖ്യാപിച്ചു. അങ്ങനെ ധാരാളം നക്സലേറ്റുകൾ കീഴടങ്ങി, ചിലരൊക്കെ കൊല്ലപ്പെട്ടു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതിൻ്റെ ഒരു പ്രഹരശേഷി ഒരുപക്ഷെ അറിയുന്നിടത്തോളം ഇല്ലാതെയാവുകയോ അല്ലെങ്കിൽ ദുർബലമാവുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് ഈ ഒരു നക്സലേറ്റ് പ്രസ്ഥാനത്തെ ഇവിടെ ഉണ്ടാക്കിയെടുത്ത ചില കാരണങ്ങൾ, ഈ കാരണങ്ങൾ ഒരിക്കലും ഇല്ലാതെയായിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ ജാർഖണ്ഡിലും ഇവിടെയൊക്കെ അത് ശക്തമാകാൻ കാരണം തന്നെ എന്തായിരുന്നു? അവിടെയുള്ള വനമേഖലയിൽ ആണ് ഈ ധാതു ഖനനത്തിൻ്റെ വലിയ സാധ്യതകൾ ഇവിടുത്തെ കോർപ്പറേറ്റുകൾ കണ്ടെത്തിയത്. അപ്പോൾ ഈ വനമേഖലയിലുള്ള ആദിവാസികളെ ഒഴിപ്പിക്കാതെ, അവരെ അല്ലെങ്കിൽ ആട്ടി ഓടിപ്പിക്കാതെ അവിടെ ഈ ഭൂമി പിടിച്ചെടുക്കാൻ പറ്റില്ല. സ്വാഭാവികമായും തങ്ങളുടെ അമ്മയോട് എന്നതുപോലെയുള്ള, മാതാവിനോട് എന്നതുപോലെയുള്ള അടുത്ത ബന്ധമാണ് ഈ ആദിവാസികൾക്ക് മണ്ണിനോടുള്ളത്. അവരവിടുന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല. മാത്രമല്ല അതിനകത്തൊരു ചൂഷണത്തിൻ്റെ, ഈ കോർപ്പറേറ്റ് കടന്നുകയറ്റത്തിൻ്റെയൊക്കെ ഇത് വന്നതോടെ അവിടെ നക്സലേറ്റുകൾ സ്വാഭാവികമായിട്ടും ആശയപരമായിട്ട് ഇടപെടുന്നു, ഇവരെ അതിലേക്ക് ആകർഷിക്കുന്നു. അങ്ങനെയാണ് ആ പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അതൊരു നിലവിലുള്ള
സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെയോ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു മൂവ്മെൻ്റ് കൂടെ ആണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കലാകും, എക്കണോമിക്കലാകുമെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള, പക്ഷേ ഇവർ ബുദ്ധിജീവികളൊക്കെ ആണെന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് ഇങ്ങനെ കാട്ടിൽ കയറിയിട്ട് കുറച്ച് പേര് പിന്നെ വെടിവെച്ച് കഴിഞ്ഞാൽ തീരുന്നതാണ് അല്ലെങ്കിൽ പിടിച്ചെടുക്കാവുന്നതാണ് ഇന്ത്യൻ സർക്കാർ എന്നുള്ള രീതിയിലുള്ള തെറ്റിദ്ധാരണകളിലാണ് അവരെപ്പോഴും ജീവിച്ചിരുന്നത്. അതൊരു ഭാഗം. പക്ഷേ ഇപ്പോൾ ഈ പ്രയോഗം വരുന്നതിന് ശരിക്കും നിയതമായ കാരണങ്ങളുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നെന്താ വെച്ചാൽ, ഈ BJPയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ത്രെട്ട് എന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സാണ്. ഒരു നിലയിലുമുള്ള ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സിനെ അവർ ആഗ്രഹിക്കുന്നുമില്ല, സ്വാഗതം ചെയ്യൂല, അതിന് കഴിയുകയും ചെയ്യില്ല. അവിടെ തോറ്റു പോകുന്നറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ 10 വർഷം ഭരിച്ചിട്ടും നമ്മുടെ പ്രധാനമന്ത്രി ഒരൊറ്റ പത്രസമ്മേളനം പോലും നടത്താത്തത്. കാരണം അവിടെ 4 ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും അവസാനം മൻമോഹൻ സിംഗ് പടിയിറങ്ങാൻ പോകുന്ന സമയത്ത് പോലും അദ്ദേഹം 75-ലധികം ചോദ്യങ്ങൾ ഒരു നോട്ട് പോലും ഇല്ലാതെയാണെന്ത് നേരിട്ടതെന്നാണ് പറയുന്നത്. 1.25 മണിക്കൂർ നേരം അദ്ദേഹം എന്ത് ചെയ്യുന്നു, പത്രക്കാരുടെ മുമ്പിൽ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. കയ്യിലൊരു ചിന്ത കടലാസോ മറ്റേ മൊബൈൽ ഒന്നുമില്ല എന്നർത്ഥം. ഒന്നുമില്ല, ടെലിപ്രോംപ്റ്റർ ഒന്നുമില്ല. അപ്പോൾ അത് അദ്ദേഹത്തെ പോലെയുള്ള ഒരു ബൗദ്ധികമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ബൗദ്ധികമായി തന്നെ കാര്യങ്ങൾ നേരിടാൻ കഴിയുന്ന ഒരു ഇൻ്റലക്ച്വലിൻ്റെ പൊട്ടൻഷ്യലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ബുദ്ധിജീവികൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ തകർന്നു പോകാനിടയുള്ള ഒന്നാണ് ഈ ഹിന്ദുത്വ അല്ലെങ്കിൽ BJP ഒക്കെ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത്. അത് നുണകളുടെ ഒരു വലിയ ബലൂണാണ്. ഇത് പൊട്ടിക്കാൻ ശേഷിയുള്ള ഒരു വിഭാഗമാണ് ബുദ്ധിജീവികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 കൂട്ടരെയാണ് ഏറ്റവും കൂടുതൽ അവർ ഭയപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഹിന്ദു മതത്തെ ആശയപരമായി എതിർത്ത എത്തിസ്റ്റുകളുണ്ട്. അതിൽപ്പെട്ടവരായിരുന്നു നമ്മുടെ ഈ ദബോൽക്കർ, അതുപോലെ എന്താ പറയുക, നമ്മൾ യുക്തിവാദികളായിട്ടുള്ള നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ, കൽബുർഗി, ഗൗരി ലങ്കേഷ്, ഈ പൻസാരെ, ഇവരൊക്കെ ഇവരുടെ അറ്റാക്കുകൾ, കാരണം പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ അവർക്ക് വളക്കൂറുള്ള ഒരു പ്രദേശമാണ് ശരിക്കും, കർണാടകയിലും ഒക്കെ. അതുകൊണ്ട് തന്നെ അവർ വെടിവെച്ചും ഒക്കെ തന്നെയാണ് അവസാനിപ്പിച്ചത്. കാരണം അവരെ ആശയപരമായി നേരിടാൻ പറ്റൂല. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പറയുന്ന നക്സലേറ്റ് ആശയങ്ങൾ അല്ലെങ്കിൽ ഈ തീവ്ര ആശയങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റത്തിന് കമ്മിറ്റ്മെൻറ്റോടെയുള്ള പ്രവർത്തനം നടത്തണമെന്ന് പറയുന്ന വിഭാഗം എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, ഈ ബുദ്ധിജീവികളപ്പോൾ ഇവർ മാത്രം ഭയപ്പെട്ടതൊന്നും ഞാൻ പറയുന്നില്ലേ. നമുക്കറിയാം UGC ഒറ്റയടിക്ക് ഈ നമ്മുടെ കോളേജിലെ അധ്യാപകരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു. കൂർമ്മട്ടോന്നും അറിയില്ല. ഇപ്പം നിങ്ങളൊക്കെ കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഒരു കോളേജ് അധ്യാപകനും പ്രതീക്ഷിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ശമ്പളം വർദ്ധിപ്പിച്ചു. അന്ന് തന്നെ ഉണ്ടായ ഏറ്റവും വലിയ വിമർശനം എന്തായിരുന്നു, ഇത് ഈ ഇൻ്റലക്ച്വൽ മിലീഷ്യയെ, യൂണിവേഴ്സിറ്റികളിലുള്ള ഇൻ്റലക്ച്വൽ മിലീഷ്യകളെ ഷണ്ഡീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. കാരണം അവർ സാമ്പത്തികമായി മെച്ചപ്പെടുന്നതോടെ അവർക്ക് ഇത്തരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുന്ന ചിന്തകൾ കുറയും, അതുപോലെ തന്നെ അങ്ങനത്തെ പോരാട്ടങ്ങൾക്കൊക്കെയുള്ള വീര്യം കുറയും, അല്ലെങ്കിൽ കീഴടങ്ങിക്കോളും എന്നുള്ള രീതിയിലുള്ളൊരു ഒന്നും. അപ്പോൾ അത് ബോധപൂർവമായിരിക്കാം, കാരണം ക്യാപിറ്റലിസത്തിൻ്റെ പൊതുവെയുള്ള ഒരു രീതിശാസ്ത്രമാണതെന്ന് പറയാൻ പറ്റും. പിന്നെ രണ്ടാമത്തൊന്നെന്ന് വെച്ചാൽ, ഈ ക്രമബദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ഇല്ലാതെയാക്കാൻ പലപ്പോഴും ചെയ്യുന്നത് NGOസിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു. അത് ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സാമ്പത്തിക ഈ വൽക്കരണത്തിൻ്റെ കാലഘട്ടം തുടങ്ങുന്നതോടെ എന്ത് ചെയ്യുന്നുണ്ട്, NGOസിന് കൂടുതൽ പ്രൊമോഷൻസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് തോന്നുന്നത് വെച്ചാൽ അവർക്ക് ഫണ്ടിങ് ഉണ്ടാവും, മിക്കവാറും പുറത്തുനിന്നൊക്കെയുള്ള ഫണ്ടിങ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ ഇഷ്യൂസിലും ഇവർ ഇടപെടും, എല്ലാ ഇഷ്യൂസും ഇവർ ഏറ്റെടുക്കും.
അത് ഹെൽത്ത് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ കക്കൂസില്ലാത്താണെങ്കിലും ശരി, എഡ്യൂക്കേഷൻ ആണെങ്കിലും ഒക്കെ അവർ ഏറ്റെടുക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ NGOs പരസ്പരം കണക്റ്റഡ് ആവില്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിലൊരു ഗ്രാമത്തിൽ നടക്കുന്ന സമരം അവിടെ കൊണ്ട് അവസാനിക്കും, ഛത്തീസ്ഗഡിലൊരു സമരം അവിടെ കൊണ്ട് അവസാനിക്കും. അപ്പോൾ ഒരിക്കലും ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റായിട്ട് മാറുകയില്ല, അല്ലെങ്കിൽ മാറാനുള്ള സാധ്യത ഉണ്ടാവില്ല. ഇത് തന്നെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ പിറകിലുള്ളൊരു വലിയ ആശയം എന്ന് പറയുന്നത്. പക്ഷേ ഇവർ കാണാതെ പോയൊരു കാര്യം, അല്ലെങ്കിൽ പിന്നെ ഈ അന്നത്തെ ഈ രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴൊക്കെ കാണാതെ പോയൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിനെ ഏകീകരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യപ്പെട്ടാൽ അതിനെ മൊബിലൈസ് ചെയ്യുന്ന ഒരു ഫാക്ടർ വരാനിടയുണ്ടെന്ന് കണ്ടില്ല. അവിടെയാണ് ഈ സോഷ്യൽ മീഡിയ എന്നുള്ള സാധനം വലിയൊരു ഫാക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അന്നൊക്കെ അത് ചെറിയ ഒരു ഫോൺ വിളിയിൽ ഒരു എവിടെയെങ്കിലും എഴുതുന്ന മാഗസിൻ ടെൻസിൽ, ഇന്നത് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ വലിയ പ്രഹരശേഷിയുള്ള ഒരു ഇൻ്റലക്ച്വൽ വെപ്പണായിട്ട് മാറുന്ന അവസ്ഥ വന്നു. അപ്പോൾ ഇവരെ കീഴടക്കിയത് കൊണ്ട് മാത്രം, അതായത് കാടുകളിലുള്ള ഈ നക്സലേറ്റുകളെ തകർത്തത് കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള ഒരു ആശയപരമായ ലോകത്ത് നടക്കുന്ന ചർച്ചകളെ, അല്ലെങ്കിൽ അതിൻ്റെ ആ സ്പ്രെഡ് എന്ന് പറയുന്നത്, ആ വെപ്പണൈസേഷൻ എന്ന് പറയുന്നത് തടയുവാൻ കഴിയില്ല എന്നുള്ളത് എന്താണ് ബോധ്യമായി എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, മാത്രമല്ല ഇതിൽ പലരും ഇപ്പോൾ ഈ നക്സലിനുള്ള പ്രയോഗത്തിന് ഇപ്പം പ്രയോഗിക്കാൻ കാരണം വെച്ചാൽ അതിൻ്റെ ഇന്നും ഇന്ത്യയിൽ അത്തരം ആ രംഗത്ത് നിൽക്കുന്നവരിൽ പലരും വലിയ ബുദ്ധിജീവികളായിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കെ വേണു ആണ് അതിനൊരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത വലിയൊരു. അദ്ദേഹം തൻ്റെ 22ാമത്തെ വയസ്സിലാണ് പ്രപഞ്ചവും മനുഷ്യൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ട് അക്കാദമി അവാർഡ് വാങ്ങുന്നത്. ഒരു 22 വയസ്സിൽ. ഒരുപക്ഷെ MT മാത്രമാണിത് സാഹിത്യത്തിൽ അങ്ങനെ ഒരു 22ാമത്തെ വയസ്സിലൊരു അവാർഡ് വാങ്ങുന്നത്. മാത്രമല്ല, അന്ന് ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഒരു ബുദ്ധിജീവി ലോകത്ത് അത്രയും വലുതായിരുന്നു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, വഴിമാറിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള എണ്ണം പറഞ്ഞ പല ബുദ്ധിജീവികളും ഈ രംഗത്തുള്ളത് കൊണ്ട് തന്നെ ഇവരിലൂടെ സംഭവിക്കാനിടയുള്ള ഒരു ഏകീകരണം, ആശയപരമായൊരു ഏകീകരണം BJP ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു മറുവശമാണ്, ഇപ്പോൾ JNUക്കെതിരെ ഭയങ്കര വിവാദങ്ങളുണ്ടായിരുന്നു. JNU ഇത്തരക്കാരുടെ ഒരു കേന്ദ്രമാണ്, അവിടെ എന്ത് ചെയ്യുന്നു, ഇതിനെ ബ്രീഡ് ചെയ്യുന്നൊരു സെൻറ്ററാണ് എന്ന രീതിയിലുള്ള ഭയങ്കരമായ പ്രചരണങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, അവിടുന്ന് അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഈ പ്രൊഫസേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ നമ്മുടെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, സായിബാബയൊക്കെ പോലുള്ള ആളുകൾ അവർ അറസ്റ്റ് ചെയ്ത് അവർ ഇപ്പോഴും ജയിലിലാണ് എന്ത് ചെയ്യുന്നത് കഴിയുന്നത്. അവരെക്കുറിച്ചൊക്കെ പറഞ്ഞത് എന്ത് തന്നെയാണ്, ഇവരെല്ലാം നക്സലേറ്റുകൾക്ക് പിന്തുണ കൊടുക്കുന്നവരാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാവുന്നൊരു ഫാക്ടർ ഉണ്ടെന്നർത്ഥം. ഇപ്പോൾ JNUവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താ ചെയ്തത്, അവിടെ ഇപ്പോൾ ഒരു വിവാദം വന്നിട്ടുണ്ട്. പുതിയൊരു VC വന്നു. ആ VCയുടെ അണ്ടറിൽ എന്ത് ചെയ്യുന്നു, നിയമനങ്ങൾ നടക്കുന്നു. അത് ആവശ്യം വേണ്ട യോഗ്യതകൾ പോലും ഇല്ലാത്തവരെയാണെന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ പിന്നെ അരാഷ്ട്രീയ വൽക്കരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിജീവികളെ, ചിന്തിക്കുന്നവരെ, സ്കോളേഴ്സിനെ പുറത്തിടുക എന്നുള്ളതാണ്. വളരെ ഒരു ആസൂത്രിതമായ ചില ശ്രമങ്ങളാണ് ഇത്തരം ലോകങ്ങളിൽ നടക്കുന്നത് എന്നർത്ഥം. എന്തായാലും ഇവരൊരു ഇൻ്റലക്ച്വൽ ലയബിലിറ്റിയാണെന്ന് സ്ഥാപിക്കണം. ഒന്നാമത് ഒരു ഇൻ്റലക്ച്വൽ ലയബിലിറ്റിയാണ്. ഇവരെന്തല്ല, ഒരു ഇൻ്റലക്ച്വൽ അസറ്റല്ല. രാഷ്ട്രത്തെ സംബന്ധിച്ചോളം ഇൻ്റലക്ച്വൽ ലയബിലിറ്റിയാണ്. അവർ യഥാർത്ഥത്തിലൊരു ഇവിടുത്തെ യൂത്തിൻ്റെ മനസ്സിനെ കറപ്റ്റഡ് ആക്കുന്നവരാണ്. കാരണം ഇപ്പോൾ CJPയുടെ മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റിൻ്റെ പിറകിൽ എന്തായാലും കുറച്ചുകൂടെ നേരത്തെ തന്നെ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാശയ ലോകമുണ്ട്. ആ ആശയലോകം വളരെ പ്രധാനമാണ്. എന്താ വെച്ചാൽ, ഇപ്പോൾ ഉയർന്നു വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് സവർക്കർ വേണമോ അംബേദ്കർ വേണമോ എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് നമുക്ക് നോക്കിയാൽ കാണാം, ഈ പറയുന്ന കുട്ടികളെല്ലാം ഇവരെല്ലാം അംബേദ്കറിസ്റ്റുകളാണ്. അവർ ഉയർത്തിപ്പിടിക്കുന്നത് അംബേദ്കറെയാണ്. രണ്ടാമത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം വന്ദേ മാതരമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മഹാബുദ്ധിജീവികളിൽ പലരൊക്കെ പറയുമ്പോൾ അത് ചൊല്ലിയാൽ എന്താണ്? കാരണം അതിനകത്തുള്ളത് എന്താണ്? നിങ്ങൾ സരസ്വതിയെ വണങ്ങണം, ലക്ഷ്മിയെ വണങ്ങണം എന്നൊക്കെ പറയുന്നതിൽ തെറ്റില്ല. കാരണം അതൊക്കെ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ ഭാരതത്തിനൊരു സംസ്കാരമുണ്ട്.
ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണത്. അതിൽ മതമൊന്നുമില്ല, അത് സംസ്കാരമാണ്. അതുകൊണ്ട് ആ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഒന്നിനെ വണങ്ങുന്നതിൽ എന്താണ് തെറ്റെന്നതാണ്. സ്വാഭാവികമായും ഈ സംസ്കാരം ഇവിടെ ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ്, ആ സംസ്കാരമാണ് തങ്ങളെ കീഴടക്കി ഭരിച്ചത്, ആ സംസ്കാരമാണ് തങ്ങളെ പുഴുക്കളെ പോലെ ട്രീറ്റ് ചെയ്തത് എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ സംസ്കാരമല്ല, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ് വേണ്ടതെന്ന് അംബേദ്കർ വാദിച്ചത്. അപ്പോൾ ഇവിടെ നടക്കുന്ന രണ്ടാമത്തൊരു പോരാട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന ഹിഡൻ കൾച്ചറും കോൺസ്റ്റിറ്റ്യൂഷനും വാല്യൂസും തമ്മിലുള്ളതാണ്. ഈ ഏറ്റുമുട്ടലിൽ കോൺസ്റ്റിറ്റ്യൂഷനെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ ഇത് വലിയ പ്രഹരശേഷിയുള്ള, സംഘാതശേഷിയുള്ള ഒന്നാണ്. കാരണം തങ്ങളുടെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, തങ്ങൾക്കുള്ള സപ്പോർട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം BJP മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തെന്ന് വെച്ചാൽ ഈ രീതിയിൽ വേണമെങ്കിൽ ഒരു വേട്ടക്കുള്ള ഒരു ഒരുക്കമാണ് അത് എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ്. എന്നുവെച്ചാൽ ഇതിന് കാരണക്കാരായ ബുദ്ധിജീവികളായ ആളുകൾ, ദേശവിരുദ്ധരായ ആളുകൾ എന്ന് സ്ഥാപിച്ചെടുത്ത് അവർക്കെതിരെ ഒരുപക്ഷെ നാളെ ഉള്ള ഒരു വേട്ട നടന്നാൽ പോലും നമ്മൾ സംശയിക്കേണ്ടതില്ല എന്നാണ്. അപ്പോൾ അത് കൊണ്ട് തന്നെ ഇതൊരു കേവലം പദപ്രയോഗമല്ല, മറിച്ച് ആസൂത്രിതമായി തന്നെ പറഞ്ഞതാണ് എന്ന് കരുതുന്നതാണ് നല്ലത്. ഇനി ഏറ്റവും ചുരുങ്ങിയാൽ ഇത്തരത്തിലുള്ളൊരു ചിന്തയെങ്കിലും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയും അതിലൂടെ ഇവർ യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് ദുരുപദിഷ്ടമായ രീതിയിൽ ഈ രാജ്യത്തെ ഒരു നക്സലേറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്നുള്ളൊരു പ്രചരണത്തിൻ്റെയെങ്കിലും തുടക്കമാണിത്. എന്തായാലും ഇത് ഭയപ്പെട്ടതിൻ്റെ ഒരു ലക്ഷണമാണ് എന്നത് വ്യക്തമാണ്. അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പാറ്റകൾ എന്ന പ്രയോഗത്തിൽ നിന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി പിറവിയെടുക്കുന്നത്. വലിയ വിപ്ലവം യഥാർത്ഥത്തിൽ രാജ്യം ഇതിലൂടെ സാക്ഷിയാവുകയുമുണ്ടായി. ഇപ്പോൾ മറ്റൊരു പദപ്രയോഗമാണ് വന്നിരിക്കുന്നത്, ദിമാജി നക്സൽ ജനതാ പാർട്ടി എന്ന ഒരു പാർട്ടിയും രൂപീകരിക്കപ്പെട്ടു. എന്താണ് ഈ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുന്നത്? ദിമാഗി നക്സൽ പാർട്ടി എന്നൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറക്കപ്പെട്ടു. കോക്രോച്ച് ജനതാ പാർട്ടിയെ പോലെ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അതേ സ്വീകാര്യതയോ അതേ അവസ്ഥയോ ഇതിന് ലഭിക്കണമെന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സംഗതി രൂപപ്പെട്ടു. ആ രൂപപ്പെട്ടതിനെ ഗവൺമെൻറ് ഭയക്കുകയും ചെയ്യുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് അതിൻ്റെ കാരണം. രാജ്യത്തിൻ്റെ വിദ്യാർത്ഥികളും യുവാക്കളും ഒരുമിച്ചിറങ്ങിയപ്പോൾ അത് ഇവിടുത്തെ ഭരണ സംവിധാനത്തെ വലിയ രൂപത്തിൽ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തി. അവർ അതിൻ്റെ ഒരു പ്രയാസത്തെ നേരിട്ടു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടി വന്നു. ആ ഭയം ഇപ്പോൾ പുതിയ പാർട്ടി രൂപപ്പെട്ടപ്പോഴും ഇത് ചർച്ചയായപ്പോഴും അവർക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് കിരൺ റിജിജുവിൻ്റെ ഒരു എക്സ് പോസ്റ്റ് കണ്ടിരുന്നു. അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊന്നുമല്ല, അത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന് വിഭജിക്കണം എന്ന് വാദിക്കുന്നവരെയാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. അതല്ലാതെ ഈ ഇൻ്റലക്ച്വൽ ടീമിനെയോ വിദ്യാർത്ഥികളെയോ അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു നേരത്തെ ഒന്നും കാണാത്ത തരത്തിലുള്ള വിശദീകരണവും ന്യായീകരണവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് കിരൺ റിജിജുവിനെ പോലെയുള്ള ഒരാൾ രംഗത്ത് വന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇവിടെ ദിമാഗി നക്സൽ എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു തരം ലേബലിംഗ് പൊളിറ്റിക്സാണ്. അത് ഈ മോദി ഗവൺമെൻറ് വന്ന കാലം മുതൽ കഴിഞ്ഞ ഒരു 12 കൊല്ലമായി പല ഘട്ടങ്ങളിലായി പല രൂപത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തുടക്കം മുതൽ 2014 മുതൽ അങ്ങോട്ട് തുടങ്ങി ആ സമയം മുതൽ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ, വർഗീയ അജണ്ടകൾക്കെതിരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഉയർന്നു ചിന്തിക്കുന്ന സമൂഹത്തിൽ നിന്നാണ്, വിഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ കുറേ പേരുകൾ, കൊല്ലപ്പെട്ട കുറേ പേരുകൾ നമ്മളവിടെ കേട്ടു. അതുപോലെ അരുന്ധതി റോയിയെ പോലെയൊക്കെയുള്ള ആളുകൾ അവർക്ക് ലഭിച്ച പല അവാർഡുകളും, ഗവൺമെൻറ് അവാർഡ് ചെയ്ത പലതും അവർ തിരിച്ചു കൊടുത്തു. ആ നിലക്ക് അതിനോട് പ്രതിഷേധിച്ചിരുന്നു. പിന്നീട് പ്രതിപക്ഷ പാർട്ടികളും അതല്ലാത്ത സംഘടനകളും പൊതുവിൽ മതേതരത്വത്തെ മുന്നോട്ട് വെക്കുന്ന പല കൂട്ടായ്മകളും വ്യക്തികളും കർഷകരും എല്ലാവരും പല ഘട്ടങ്ങളിലായി ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കും
ഗവൺമെൻറ്റിനെ നയിക്കുന്ന പാർട്ടിയുടെ നയങ്ങൾക്കും രീതികൾക്കും എതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഈ ഒരു തരത്തിലുള്ള ലേബലിംഗ് കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അർബൻ നക്സൽ എന്ന് വിളിച്ചിരുന്നു. പല നഗരങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ ഇവർ അർബൻ നക്സലുകളാണ് എന്ന് 2018 എൻ്റെ ഓർമ്മ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നു. ആൻറ്റി നാഷണലുകളാണ്. ഇത് സ്ഥിരമായി പല വാചകങ്ങളിൽ, പല ഭാഷകളിൽ, പല രൂപത്തിൽ പ്രയോഗിക്കുന്ന ഒരു വാചകമാണ്. പ്രോ പാകിസ്ഥാനികളാണ്. ഇവരൊക്കെ പാകിസ്ഥാൻ അനുകൂലവാദികളാണ്. പാകിസ്ഥാനിൽ പോകും, അല്ലെങ്കിൽ പാകിസ്ഥാനിനെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു വേള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭ, പാർലമെൻറ്റ്, സാമാജികർ ഉൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ച് നിയമനിർമ്മാണ സഭകളിൽ പോലും ഈ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി നമുക്ക് കാണാൻ സാധിക്കും. കർഷക സമരം ഉണ്ടായപ്പോൾ ഖാലിസ്ഥാൻവാദികളാണ് എന്നാണ് ഇവർ വാദിച്ചത്. ജിഹാദി എന്നതും ജിഹാദി സപ്പോർട്ടേഴ്സാണ് എന്നുള്ളതും നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നൊരു പ്രയോഗമാണ്. അതുപോലെ തന്നെയാണ് ആൻറ്റി ഡെവലപ്മെൻ്റാണ്. ഇവർ വികസന വിരോധികളാണ്. ഇതും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അതുപോലെ തന്നെ ആന്തോളൻ ജീവികളാണ്. സമരത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് എന്ന് പറയുന്ന സ്യൂഡോ സെക്കുലറുകളാണ് എന്ന് തരത്തിലുള്ള വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. ആ നിലത്തുള്ള ലേബലിംഗ് കാണാൻ കഴിയും. ഖാൻ മാർക്കറ്റ് ഗ്യാങ് എന്ന തരത്തിൽ ലേബലിംഗ് നടത്തിയത് കാണാൻ സാധിക്കും. പ്രസ്റ്റിറ്റ്യൂട്ട്, പ്രസ്സിനെ ഇപ്പോൾ കുറേ ഗോതി മീഡിയ ആക്കി പിടിച്ച് അടക്കി വെച്ച് നിർത്തി. പക്ഷേ ആ തരത്തിലും നേരത്തെയുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. അതായത് ഒരു ലേബലിംഗ് നടത്തും. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഒരു മുന്നിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഖാലിസ്ഥാനി, ആൻറ്റി നാഷണൽ, പ്രോ പാകിസ്ഥാനി, ജിഹാദി, ഇത്തരം വാക്കുകളൊക്കെ പൊതുവിൽ ആളുകളുടെ മനസ്സിൽ വളരെ വേഗത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രയോഗങ്ങളാണ്. അപ്പോൾ ഒരു ടീമിനെ അത്തരം വാചകങ്ങൾ ഉപയോഗിച്ച് ലേബൽ ചെയ്യുന്നതിലൂടെ അവർക്കുള്ള ജനപിന്തുണ കുറയും എന്ന ആ ഒരു പ്രതീക്ഷയാണ് ഗവൺമെൻറ്റിനുള്ളത്. അത് കുറേ കാലം ആ നിലക്ക് അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഞങ്ങൾ അവർ എന്ന ഒരു ബൈനറി രണ്ട് വിഭാഗങ്ങളാക്കി നിർത്തി ആ രണ്ടാമത്തെ വിഭാഗത്തെ അവർ വികസനത്തിനെതിരാണ്, അവർ ദേശത്തിനെതിരാണ്, അവർ രാജ്യ താല്പര്യത്തിനെതിരാണ് എന്ന് പറയുന്നതിലൂടെ അവർക്ക് അവരുടെ കാര്യങ്ങൾ വളരെ സിമ്പിളായി നടത്തിക്കൊണ്ടുപോകാനും ഈ ഒരു ലേബലിന് ഇങ്ങനെ അകത്തേക്ക് വരാതിരിക്കാൻ പൊതുസമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ആ ഒരു തരത്തിലാണ് കാര്യങ്ങളെ ഇവർ കണ്ടിരുന്നത്. അതിന് വിപരീതമായിട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രൂപത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു അക്കൗണ്ട് തുറന്നു. അതിനെ മുഴുവൻ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഏറ്റെടുത്തു. അത് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ളൊരു മൂവ്മെൻ്റ് ഇവിടെ ഉണ്ടായി. ഒരു നിലക്കും അമർച്ച ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ സമരം ജന്തർ മന്ദർ ഡൽഹിയിൽ നമ്മൾ കണ്ടു. അതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. ഞാൻ പറയുന്നത് കുറേ കാലമായി ലേബലിംഗ് നടത്തി തങ്ങളുടെ ഇച്ഛകൾക്കനുസരിച്ച് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇനി അങ്ങനെ മുന്നോട്ട് പോവുകയില്ല എന്ന ഒരു വലിയ പ്രതീക്ഷ ഇന്ത്യ രാജ്യത്തിന് നിലവിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ്. ഇതിനനുസരിച്ച് പ്രതിപക്ഷത്തിന് ഉയരാൻ സാധിക്കുക എന്നതാണ് ഇനി യഥാർത്ഥത്തിൽ ഇവിടെ നടക്കേണ്ടത്. അതായത് എന്തൊരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിലും അത് ക്യാഷ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ളൊരു സംഗതി ഇവിടെ വർക്കൗട്ട് ആകണം. അതിന് കഴിയുക നിലവിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രതിപക്ഷ സംവിധാനങ്ങൾക്ക് കഴിയുള്ളൂ. ആ നിലയിലേക്ക് ഉയരാൻ കോൺഗ്രസ്സിനോ പ്രതിപക്ഷ കക്ഷികൾക്കോ കഴിയുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും അവസാനം സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട സമയത്ത് AICCയിലെ പതാക ഉയർത്തൽ വന്ദേ മാതരം മുഴുവൻ ചൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സോണിയാഗാന്ധി പറയുന്ന അവസ്ഥ ഉണ്ടായി. ഖാർഗെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിപ്പം കേസിലേക്ക് പോകുന്നു. സ്വാഭാവികമായും അതിൻ്റെ അടുത്തൊരു ഘട്ടം അതായിരിക്കും. അതൊരു കേസായി മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നു. ഇത്രയെല്ലാം ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും അവിടെ ഒരു ജാഗ്രത പാലിക്കാൻ എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എന്നത് നമുക്കൊരല്പം നിരാശ നൽകുന്ന കാര്യം തന്നെയാണ്. ഞാൻ പറയുന്നത് ഏത് ലേബലിംഗ് നടത്തിയാലും
അതിനെയെല്ലാം മറികടന്ന് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും പുറത്തേക്ക് വരും. അത് ഈ ഗവൺമെൻറ്റിനൊരു ഭീഷണിയാകും. പക്ഷേ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പ്രതിപക്ഷത്തിന് അത് എത്ര കണ്ട് ക്യാഷ് ചെയ്യാൻ കഴിയും എന്നതിലായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് വരുന്നത്. അതിനനുസരിച്ച് വരാൻ പ്രതിപക്ഷത്തിന് കഴിയണമെന്നതാണ്.